ഗലാത്തിയ 4:19. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, 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 ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഞങ്ങളുടെ ഉള്ളിൽ ഈശോയെ അങ്ങ് രൂപപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ദിവ്യകാരുണ്യ ഈശോയെ, കൂട്ടായ്മയുടെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈശോയെ, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കലഹങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൂട്ടായ്മയുടെ പ്രാർത്ഥന ഈശോയെ വളർത്തിയെടുക്കാനുള്ള കൃപ തരണമേ. ഈശോയെ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പൗരോഹിത്യം എന്ന മഹനീയമായ ദാനം അയോഗ്യരായ മനുഷ്യർക്ക് നൽകുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ ചേർത്ത് വയ്ക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായി നല്ല പുരോഹിതരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗലാത്തിയ 4:19. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, 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 ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഞങ്ങളുടെ ഉള്ളിൽ ഈശോയെ അങ്ങ് രൂപപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പെറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് പാപികളെ വെറുക്കുന്നില്ല, എന്നാൽ പാപത്തെ വെറുക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങ് എല്ലാവരെയും സ്വീകരിക്കുന്നു. ആരും അങ്ങയുടെ മുൻപിൽ അയോഗ്യരല്ല. എല്ലാവരിലും ഈശോയെ അങ്ങ് ഒരു ദൈവ പൈതലിനെ കാണുന്നു. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ വിട്ടുതരുന്നു. അനുഗ്രഹിക്കണമേ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ വിശുദ്ധ കമലസിനെയും മാധ്യസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 1 പത്രോസ് 1:8. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഹല്ലേലൂയ, സ്തുതി ഈശോയെ, ആരാധന ഈശോയെ, 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 ഈശോയെ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ, അങ്ങേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ ദർശിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 1 പത്രോസ് 1:8. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഹല്ലേലൂയ, സ്തുതി ഈശോയെ, ആരാധന ഈശോയെ, 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 ഈശോയെ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ, അങ്ങേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ ദർശിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.